വല്ലാത്തൊരു പല്ലിടങ്ങേറ് വല്ലാത്തൊരു പല്ലിടങ്ങേറ് വല്ലാത്തൊരു 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 പല്ലിടങ്ങേറ് വല്ലാത്തൊരു പല്ലിടങ്ങേറ്. വല്ലാത്തൊരു പല്ലിടങ്ങേറ്. എന്തുപറ്റി? ഒരു സ്വപ്നം കണ്ടതാ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ഈ ഹൊറർ സിനിമയൊന്നും കാണരുതെന്ന്. ചുമ്മാ നീ കിടന്നുറങ്ങി. ഇതങ്ങനെയല്ല, ഇതങ്ങനത്തെ സ്വപ്നമല്ല. സാറില്ല, എല്ലാം എനിക്ക് മനസ്സിലായി. ഈ പാട്ടിന് കൈകാര്യം ചെയ്ത് ഞാൻ പോരാ. എന്താ അതുള്ളൂ ഇന്നത്തുള്ളൂ ശരിയാക്കല എന്നാലും പറ്റ മോശമായിട്ടത്. മുതലാളി ഇവിടെ എന്തേ ഇങ്ങനെ ആയാലും എങ്ങനെ ശരിയാവാ? ഇതപ്പ തുടങ്ങിയതാ? മദ്യം നിർത്തണ്ട, എനിക്ക് വേറെ പണിയുണ്ട്. ഞാനിപ്പോ പോവേ, ഒന്ന് വേഗം തീർത്താ. ഓക്കെ സ്റ്റാർട്ട്. മതി, റെഡി സ്റ്റാർട്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന എൻ്റെ കിളിക്കൂടാണ്. ഇതൊരു വട്ടം ഞാൻ കാണിച്ചതാണ്. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ചെയ്യാണ്. കണ്ടിന്യൂ. പുതിയൊരു കിളിയെ വാങ്ങിയിട്ടുണ്ട്. ദാ ആ കുട്ടിയിൽ നിൽക്കുന്ന അതാണ് പുതിയ കിളി. അതിന് നമ്മൾ പുതിയൊരു പേരിട്ടു, ടിൻഡു ആണ്. ഇനി വേറെ വല്ല പേരുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ആ സാധനം ചെയ്യാൻ മറക്കരുത്. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഞാനിന്ന് ഇവർക്ക് വെറൈറ്റി ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്, പക്ഷെ അത് ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. നീ കാണിക്ക് ബേബി, കൂട്ടിലേക്ക് കൊണ്ടുപോകാൻ. ഇതാണേ ആ കിളി. ഇനി ബാക്കി പറയൂ. ഓക്കെ ബൈ പറയണ്ടേ? ഓക്കെ ബൈ. എങ്ങനെയാണ് ഈ ചാനലൊക്കെ റീച്ച് ഉണ്ടാവുക? ചാത്ത ചാനൽ.
എന്തു പറ്റി? ഇച്ചാക്കുന്ന ഉമ്മച്ചിനിച്ച് ഭയങ്കര കച്ചറ. നസീമായിട്ടിരുന്നോ? എന്താ പ്രശ്നം? ഇന്ന് ഉച്ചക്ക് കടയ്ക്ക് വരുന്നു പറഞ്ഞിട്ടുണ്ട്. ഉച്ചന്റെ സമയത്തോ? ആ, എല്ലാത്തൊരു ഇടങ്ങാറായല്ലോ. വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു പറഞ്ഞിട്ടുണ്ട്. തന്നെ? ആ, എല്ലാരടുത്തും സുലൈഖമാന്റെ വീട്ടിലേക്കാ പോകാൻ പറയണേ. അത് ചാക്ക് എന്നും പറയണല്ലേ. എനക്കിപ്പോ ഒരു ചായ കുടിക്കണം. അതിലേക്ക് പോന്ന് അതുണ്ട്. സുനിയേട്ട ഒരു കട്ടൻ ചായ. ആ പിന്നെ ആ ഇങ്ങോട്ട് വന്നപ്പോ ഉമ്മച്ചി കണ്ടുണ്ടോ? ആ, ഉമ്മച്ചിനോട് പറഞ്ഞിട്ടാ പോകുന്നത്. ഈ ചായ കുടിച്ചിട്ട് വേഗം വിട്ടോ, ആ. വയ്ക്കാൻ നോക്കാം ആയിക്കോട്ടെ. കേട്ടോ. ആ ചായ ചൂടുണ്ടാവും, പതിയെ കുടിച്ചോ. കടി വേണ്ട എനിക്ക്? കാട്ടിയോ? കടി വേണ്ടേ? വേണ്ട. ആ എന്നാ വേഗം വിട്ടോ, ഉമ്മാടുത്ത് പറയ്. ആ എന്നാ പൊയ്ക്കോ. ഇച്ചാക്ക് വരുമ്പോൾ ഞാൻ കൈകാര്യം ചെയ്യാം. ഉമ്മാടുത്ത് പറയ്. പൊയ്ക്കോ. ശ്രദ്ധിച്ചു പോയിക്കട്ടാ. സുനിയേട്ടാ അത് എത്രേ? അബുക്ക പോയല്ലോ? ഇല്ലല്ലോ. ഉണ്ടായിനിപ്പോ. എന്താണ് എനക്കൊരു തപ്പരപ്പ് പൂത്തിയാ? എന്ത്? ഓന്റെ മുഖത്ത് നോക്കി രണ്ട് വർത്താനം പറയാണ്ട്. തന്നെ അളിയ എന്താ പരിപാടി? ഒഴിച്ചില്ല, ഞാനും കൂടെ. ഞാനുണ്ട്. അളിയൊന്ന് കാര്യം ചെയ്യും, അതിലെ പോയിക്കോ, ഞാൻ ഇതിലെ വരാം. മരോ ഇല്ലാത്ത സമയത്ത് കോച്ചാൻ വന്നിക്കല്ലേ ചൊറിയനളിയ. ഞാനിവിടെ അല്ലാത്ത സമയത്ത് കീച്ചാൻ വന്നതല്ലേ മോയന്റെ അമ്മോനെ. ഓ മോയൻ തന്നെ എടുത്ത് പോടാ ഇവിടുന്ന്. ഒന്ന് നിർത്തുണ്ടങ്ങള്. അല്ല ഇവിടെ ഉണ്ടായില്ലേ? അപ്പൊ നിങ്ങള് രണ്ടാളും കൂടെ ഞമ്മളെ കളിപ്പിക്കേനില്ലേ? നിങ്ങൾ കളിച്ചാലും വേണ്ടില്ല, വെള്ളത്തിൽ ചാടിയാലും വേണ്ടില്ല. ആ നസീമനും പിള്ളേർ എന്റെ വീട്ടിൽ നിന്ന് ഇറക്കണോ? എന്നാലേ സുലൈഖാനി കുട്ടികളും കാര്യത്തിലേ ഒരു തീരുമാനം ഉണ്ടാക്കാതെ ഈ ഭാരം അളിയാൻ അന്നില്ല. ഒരു സ്വയം ഒരു സമാധാനം എന്റെ ജീവിതത്തിൽ നിങ്ങൾ തരില്ലല്ലേ? തരില്ല. എന്റെ പെണ്ണുങ്ങൾക്കാണ് എനിക്കുള്ള ബുദ്ധിമുട്ട് നിങ്ങളെ കൊണ്ടാണ്. അത് ഇവനെ നിങ്ങൾക്കറിയോ? കൊണ്ടാണ് എന്റെ മരുവാനെ സൂയിപ്പാക്കാൻ നിൽക്കാണ്ട് എടാ ചങ്ങായി എന്നെ പറ്റിയായി പറഞ്ഞത്. ഇറങ്ങി എന്നെ പറ്റിട്ട് എന്റെ മരുവാനാ എന്റെ മരുവാന്റെ മുതല. ഒരു മിനിറ്റ്, നിങ്ങൾ അവിടെ നിൽക്കട്ടോ, ഞാൻ പോരാ. അപ്പൊ അപ്പൊ കോളെടുക്കാൻ പോകാതിരിക്കില്ല. അടുത്താഴ്ച പെരുന്നാളാ. കലത്തിലെടുത്തോണ്ടി. ഇതാണ്ട് അമ്മോനും ജയ് അളിയന്റെ സ്വത്ത് മുതലും കൊണ്ട് വല്ലാതെ ഇവിടെ കറങ്ങി നടക്കണ്ട. 5ന്റെ പൈസ എന്നെ കൈ കിട്ടൂലോ. അപ്പൊ ഇങ്ങോട്ട് വരട്ടെ. അപ്പൊ കാണാനൊന്നുമില്ല, അത് എനിക്കുള്ളത് തന്നെ മോയന്തായി. പിന്നെ ഞാൻ നിങ്ങൾക്കറിയോ പാമ്പിനെ പിടിക്കാൻ പോകുക? പാമ്പിനെ പിടിക്കാനല്ല, ലോകത്ത് ആദ്യമായിട്ട് ഒരു അമ്മാവനി ഒരു അളിയനി തച്ചു കൊന്നുള്ള കേസ് അങ്ങോട്ട് പോണ്ട. അപ്പൂനെ പ്രാന്തായിക്കാണ്. കയ്യിൽ കമ്പിപ്പാരായിട്ട് കുത്തിയോടും. ചെല്ലു ചെല്ലു രണ്ടെണ്ണം അനക്ക് കൊള്ളണം. ഞാൻ ഇതിനൊക്കെ കാരണക്കാരന് നടക്കും. മോയന്ത അങ്ങോട്ട് മാറണം.
എന്താ പോ എന്താ പ്രശ്നം? എന്താ ഇതിലും വലിയ പ്രശ്നം? നീ ഒരു പേടി മേടിക്കണ്ട, എല്ലാത്തിനും ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. നീ വാ, ആ കമ്പി ഒന്നും കൊടുത്തിട്ട് നീ വാ. അപ്പോ നീ എന്തിനാ വിഷമിക്കണേ? ആർക്കാ അവിടെ വിഷമമില്ലാത്ത? എല്ലാവർക്കും വിഷമല്ലേ? അനക്ക് മാത്രമല്ലല്ലോ ഇതുള്ളത്. ഈ ലോകത്ത് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. അല്ല, എല്ലാ പ്രശ്നവും ഉണ്ടായത് നിങ്ങളെ മുഹൂർത്താവുന്നതാണ്. എന്നാലോ അതിലേറെ കുറെ പ്രശ്നം എൻ്റെ അടുത്തുണ്ട്. ഇതിപ്പോ ഒരു പെണ്ണ് ഇട്ടിട്ട് ഇത്രമാത്രം ബേജാറാകുന്ന ആള് ഞാൻ മാത്രം. അതൊക്കെ എൻ്റെ തോന്നലാ പോ. നമ്മളെല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും അനുകൂലമാക്കാണ് വേണ്ടത്. ഞാൻ ഒരു സത്യം ചോദിക്കട്ടെ? ചോദിക്ക്. നിങ്ങളിങ്ങനെ കുറെ ആൾക്ക് പെണ്ണിട്ടിക്കല്ലാതെ നിങ്ങൾ രണ്ടെണ്ണം കെട്ടിയോ? അതിപ്പോ പറയേ. ഇല്ല, ഞാൻ കെട്ടിയിട്ടില്ല. കെട്ടിയില്ല, അത്ര തന്നെ. പിന്നെ നിങ്ങൾ എത്ര കെട്ടിച്ചു കൊടുത്തു? അതപ്പോ ഞാനിപ്പോൾ എന്താ ചെയ്യാ? ഓരോരുത്തരും ഓരോ പ്രശ്നങ്ങൾ വന്നിട്ട് നമ്മളെടുത്ത് പറയുമ്പോഴല്ലേ ഈ സംഗതികളൊക്കെ നടക്കണത്. ഇപ്പൊ അബുവിനോട് പറഞ്ഞപ്പോഴല്ലേ ഞാൻ അബുവിന് കെട്ടിച്ചെന്നത്. അല്ല, ഞാൻ നിങ്ങളോടൊപ്പം പെണ്ണിടിച്ചിടാൻ പറഞ്ഞ നിങ്ങൾ തോന്നിയോ? പിന്നെന്തെങ്കിലും ഈ പറയണത്? അതല്ല, അതൊരു പ്രത്യേക സാഹചര്യത്തിൽ കെട്ടി. അതൊക്കെ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് സാരല്ല. നിങ്ങളിപ്പോൾ എനിക്ക് പെണ്ണിടിഞ്ഞതിൽ എനിക്ക് സങ്കടമൊന്നുമില്ല. കാരണം എന്താ, എനിക്ക് നസീമാനെ പോലെ നല്ലൊരു പെണ്ണിനെ കിട്ടി, നല്ല കുട്ടികളുണ്ടായി, നല്ല കുടുംബമാണ്, ഒക്കെ സമാധാനം തന്നെ. പക്ഷേ അതിൻ്റെ ഒപ്പം ഇങ്ങനെ ഒരു അളിയനും ഇങ്ങനെ ഒരു അമ്മാവനുണ്ടാവും ഞാൻ ഒരിക്കലും കരുതിയില്ല. അമ്മോനെ കല്യാണം കഴിഞ്ഞപ്പോഴൊന്നും കുഴപ്പമൊന്നും ഇല്ലല്ലോ, അതെനിക്കും അറിയാലോ. പിന്നെ ഇപ്പോ ഈ അറാത്തായത് എന്താന്ന് എനിക്ക് തന്നെ അറിയില്ല. അല്ല, അന്ന് കുഴപ്പമില്ല, പക്ഷെ അതിന്റെ ഡബിൾ അറ്റായിട്ട് ഇപ്പൊ കുഴപ്പമുണ്ടാവണ്ടല്ലോ. അമ്മോനിപ്പോ നസീമാൻ അവിടുന്ന് ഒഴിവാക്കണം, ആ വീട് ഒരുക്ക് കിട്ടണം. എന്താ ചെയ്യേണ്ടത് മനസ്സിലാണില്ല ഇപ്പോൾ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്? ചോദിക്ക്. അതൊക്കെ ഞാൻ സഹിച്ചു. നാട് മുഴുവൻ ഒരു രണ്ടാളും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. മത്സരിച്ച് സാധനം വാങ്ങുക. ഇറച്ചിക്കടയിൽ നിന്ന് ഇറച്ചി ഒരാൾ 2 കിലോ കൊണ്ടുപോയാൽ മറ്റാൾ 4 കിലോ കൊണ്ടുപോകുക. ഒരാൾ 2 തേങ്ങട്ടുണ്ടായാൽ മറ്റാൾ 4 തേങ്ങട്ടുണ്ടാവുക. ഇതെന്താ മത്സരം? അതാണ് എനിക്കുള്ള ഒരു വലിയ പ്രശ്നം. സൂപ്പർ മാർക്കറ്റിലൊന്നും അവിടുന്ന് കച്ചറ. അതിപ്പോൾ കണ്ടാലോ എന്തൊക്കെ ഉണ്ടായത്. എന്താ ചെയ്യുക? ഏതായാലും അപ്പോ ഒക്കത്തിനൊരു പരിഹാരം ഉണ്ടാവും. ഇപ്പം ഏതായാലും മഴ വരുന്നുണ്ട്, നമുക്ക് പോവാം. നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്യുമോ? ഈ പ്രശ്നത്തിൽ നിന്നൊന്നും ഒഴിവാക്കി തരി. ഒരു കാര്യം ശരിയാണ്, നസീമാൻ എനിക്ക് വേണം, എൻ്റെ സുലൈഖാൻ എനിക്ക് വേണം. രണ്ടുപേരും ഒരിക്കലും ഞാൻ വിട്ടുകൊടുക്കില്ല. പക്ഷേ ഈ അമ്മോൻ്റെ അളിയൻ്റെ അടുത്ത് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി തരുമോ? ഏതായാലും അതിനൊക്കെ ഉള്ള പരിഹാരം ഞാൻ തന്നെ എനിക്ക് കണ്ടുതരാം. ഞാനാണല്ലോ ഈ ബല്യടങ്ങാറിലേക്ക് എന്നെ ചാടിച്ചത്. അതിന് സംശയമൊന്നുമില്ല, നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. ആ കാസിമാജി എന്നെ നല്ലപോലെ നിൽക്കുന്ന അബൂനെ കൊണ്ടുപോയി കൊളാക്കിയെന്ന് നാട്ടുകാർ മുഴുവൻ പറയുന്നുണ്ട്. അങ്ങനെ പറയണ്ട. അങ്ങനെയല്ല, ഞാൻ പറയാം. അങ്ങനെ അല്ല, ഇനി ഇങ്ങനെയാണ് പോക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ കുളത്തിലേക്കാൻ ചാടും. ഏതായാലും ഈ കാര്യത്തിൽ വലിയ ഇടങ്ങാറായിക്കണ്, അതെനിക്കറിയാം. അതെ, ആ വിഷയത്തിലൊന്നും കുളത്തിൽ ചാടി മരിക്കേണ്ട ആവശ്യമൊന്നും എനിക്ക് വരൂല. അതിൻ്റെ ഇടക്ക് ജാബറേറ്റ് എന്തോ കമ്പനി കൂടിയെന്നോ ലോഗിയെന്നൊക്കെ പറഞ്ഞ് ഞോൻ്റെ തലേക്ക് 1-2 പെണ്ണിട്ടിക്കുള്ള പരിപാടി ഉണ്ടോ? അത് ജാബിറിനെ ഞാനൊന്ന് നോക്കിയതാണ്. അതെ, നോക്കണം, കുടുംബമൊക്കെ വേണം. പക്ഷെ ഒരു പെണ്ണ് മതി, വേറെ ഒന്നും ഉണ്ടായിട്ടല്ല. ആ ചെക്കനെ നല്ലവർക്ക് ജീവിച്ചോട്ടെ. ജാബിർ നല്ല കുട്ടിയാണ്. എനിക്കെന്താ അറിയോ, എനിക്ക് അവിടെ ഇവിടെയും ഈ 2 പേരിലും പോയിട്ട് എല്ലാ ബുദ്ധിമുട്ടും വരുമ്പോൾ അതിൻ്റെ എല്ലാ പ്രശ്നവും തീർക്കാൻ ഞാൻ ജാബിറിൻ്റെ പുറത്താണ്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് കച്ചറ ഉണ്ടാവണത്. ഇജിപ്പോൾ നീക്ക്, നമുക്ക് പോവാം. സട്ടട് നമ്മൾ അബു തലയിറങ്ങി വീണിക്കണം പള്ളീൻ്റെ അടുത്ത്. ഞാൻ നോക്ക്. ഹലോ, എന്തേ കാസിംക? അബു ഒന്ന് ചെറുതായിട്ട് തലയിറങ്ങി വീണിക്കണം, ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട്.
ഇജൊന്ന് നസീമാക്കൊന്ന് വിളിച്ചു പറഞ്ഞോളൂ. ഹോസ്പിറ്റലിലേക്ക് എന്തമ്മ ഉപ്പാക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. ഉപ്പാക്കോ നീ നസീമുമാനെ വിളിച്ചിട്ടൊന്ന് പറയോ? എന്താ പറ്റിയേ? തല കറങ്ങി വീണതാ.